ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 8 ഫിഗർ ഇറ്റ് ഔട്ടിലെ 8th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് ഹെക്സഗണൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് ടേക്ക് 1, 1 plus 7, 1 plus 7 plus 19, 1 plus 7 plus 19 plus 37 etc. അതായത് ഇങ്ങനെ ഹെക്സഗണൽ നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ഏത് സീക്വൻസ് ആണ് നമുക്ക് കിട്ടുക? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് എ പിക്ചർ ഓഫ് എ ക്യൂബ്? ക്യൂബിന്റെ പിക്ചർ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഹെക്സഗണൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1, 7, 19, 37 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് ഹെക്സഗണൽ നമ്പേഴ്സ്. അതിനെ ഈ ഒരു മെത്തേഡിൽ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഹെക്സഗണൽ നമ്പേഴ്സ് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ദി ഹെക്സഗണൽ നമ്പേഴ്സ് ആർ എന്തൊക്കെയാണ്? 1, 7, 19, 37, 61 എക്സെട്ര. ഇതാണ് ഹെക്സഗണൽ നമ്പേഴ്സ്. ഇനി എങ്ങനെ എടുക്കണമെന്നാ പറഞ്ഞേ? 1, അത് കഴിഞ്ഞിട്ട് 1 plus 7, 1 plus 7 is 8. അടുത്തത് 1 plus 7 plus 19. 1 plus 7 വരെ ചെയ്തപ്പോൾ നമുക്ക് 8 ആണ് കിട്ടിയത്. 8 plus 19 is 27. അടുത്തത് 1 plus 7 plus 19 plus 37. 27 കൂടെ 37 കൂടെ ആഡ് ചെയ്താൽ 64. അപ്പോൾ നോക്കിയാൽ ഇതിനെ ക്യൂബിന്റെ പിക്ചറിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഈ 1, 8, 27, 64 ഈ നമ്പേഴ്സ് എങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്? ക്യൂബ് നമ്പേഴ്സ് ആണ്. അതായത് 1 എന്ന് പറയുന്നത് 1ന്റെ ക്യൂബാണ്. അതായത് 1നെ 3 times മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെ കിട്ടും. 8 എന്ന് പറയുന്നത് 2 into 2 into 2 ആണ്. അതായത് 2നെ 3 times മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 8 കിട്ടും. അടുത്ത 27 എന്ന് പറയുന്നത് 3യെ 3 times മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് 3 into 3 into 3 ചെയ്താൽ നമുക്ക് 27 കിട്ടും. 64 എന്ന് പറയുന്നത് 4നെ 3 times മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് 4 into 4 into 4 ചെയ്താൽ നമുക്ക് 64 കിട്ടും. അപ്പം അത് 64 നമുക്കത് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. 4 into 4 into 4, അതായത് ലെങ്തിലും ബ്രെഡ്ത്തിലും ഹൈറ്റിലും 4 ക്യൂബ് വെച്ച് വരും 4 ക്യൂബിനകത്ത്. അതിൻ്റെ ഹെക്സഗൺ വെച്ചിട്ട് നമുക്കിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ യെല്ലോ ഡോട്ട് ഈ ക്യൂബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്കി 3 ഡോട്ടുകൾ 3 ക്യൂബുകളെ റെപ്രസെന്റ് ചെയ്യുന്നു കണ്ടോ. ബാക്കി ഈ ക്യൂബുകൾ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ബ്ലൂ കളറിലുള്ള ക്യൂബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹെക്സഗൺ നമ്പേഴ്സിനെ നമുക്ക് ക്യൂബിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സീക്വൻസ് ഏതൊക്കെയാണ്? ദ സീക്വൻസ് ഈസ് 1, 8, 27, 64 എക്സെട്ര വിച്ച് കൺസിസ്റ്റ് ഓഫ് ക്യൂബ്. നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ ക്യൂബിന്റെ പിക്ചറിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് 1 ആണ്. 1 ആകുമ്പോൾ നമുക്ക് ഒരു ക്യൂബ് മാത്രം മതി. അപ്പോൾ നമ്മൾ ഒരു ക്യൂബ് വരയ്ക്കുന്നു. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലും പെൻസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് നീറ്റായിട്ട് വരയ്ക്കുക കേട്ടോ. ഒരു ക്യൂബ് വരയ്ക്കുന്നു. ഇത് 1. ഇനി അടുത്തത് 8 ആണ്. 8 എന്ന് പറയുന്നത് എന്താണ്? 2 ക്യൂബാണ്. അപ്പം നമ്മൾ വരയ്ക്കുന്ന ക്യൂബിനകത്ത് ഒരു സൈഡിൽ എത്ര വെച്ച് വേണം? 2 ക്യൂബ് വെച്ചിട്ട് വേണം. ഇതാ ഇങ്ങനെ 1, 2 ഇങ്ങനെ വേണം കേട്ടോ. ഇതാണ് 8. 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്. ഇനി അടുത്തത് 27. 27 വരുമ്പോൾ അപ്പോൾ 3 ക്യൂബ് വെച്ച് വേണം ഒരു സൈഡിൽ വരയ്ക്കാൻ. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്ക്വയറുകൾ വരച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ 1, 2, 3 വെച്ച് വേണം.
ഇത് 27 എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ്. ഇനി അടുത്തപ്പോൾ 64 വരയ്ക്കണമെങ്കിലോ 4 എണ്ണം വെച്ചിട്ട് വരയ്ക്കണം. കണ്ടല്ലോ, ഇങ്ങനെ 4 ഒരു സൈഡിൽ 4 ക്യൂബ് വെച്ചിട്ട് വരയ്ക്കണം. അപ്പം ഇങ്ങനെയാണ് നമുക്കിതിനെ ക്യൂബിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹെക്സഗൺ നമ്പേഴ്സിനെ നമ്മൾ അപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്യൂബിൻ്റെ സീക്വൻസ് ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കിതിനെ ഹെക്സഗണിൽ നമുക്കിതിനെ എങ്ങനെ വരയ്ക്കാം? ആദ്യത്തേത് ഒരു ഡോട്ടാണ് അല്ലേ? അപ്പോൾ ആദ്യത്തേന് നമുക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തേത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ആദ്യത്തേത് ഒരു ഡോട്ടാണ്. പിന്നെ സൈഡുകളിലേക്ക്, അതായത് ഈ ഒരു ക്യൂബ് കഴിഞ്ഞിട്ട് ബാക്കി ഇതാണ് നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന ഡോട്ട്. ഇനി ബാക്കിയുള്ളതോ 1 2 3, അതായത് സൈഡിലത്തെ ഇതുമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ നമുക്ക് ഒരു ഡോട്ട് നമ്മൾ കൊടുക്കുന്നു. ഇത് രണ്ടുമാണ് കൊടുക്കുന്നത്. അപ്പൊ 1 2. അടുത്തത് ഇത് രണ്ടും. അപ്പൊ 1 2. ഇനി ഈ താഴേക്കുള്ള ഇത് ഒരു ക്യൂബിന്റെ തന്നെ സൈഡുകളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഉണ്ടല്ലോ. ഇനി അടുത്തത് ബാക്കിയുള്ള ഈ 4 എണ്ണം നമുക്ക് കൊടുക്കണം. അപ്പോൾ 1 2 3 4. ഇത് 4 ഇപ്പോൾ ഞാനിവിടെ കൊടുത്തത്. ഇനി അടുത്ത ഇത് 4. അപ്പോൾ 1 2 3 4. അടുത്തത് ഇത് 4 എണ്ണം. 1 2 3 4. അപ്പോൾ 1 2 3 4. ഉണ്ടോ? അപ്പോൾ ഈ ഹെക്സഗണൽ നമ്പേഴ്സിനെ നമുക്ക് ക്യൂബായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ 8th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.